ഹായ് ഹലോ എമീസ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു അടിപൊളി കോംബോ പരിചയപ്പെടാം. ഇത് നമ്മൾ മുമ്പുള്ള വീഡിയോസിലൊക്കെ ചെയ്യുന്നതാണ്, പക്ഷെ ഭയങ്കര എൻക്വയറിയാണ് കേട്ടോ. പ്ലാന്റ് തീർന്നോ, നമുക്ക് യൂട്യൂബിൽ തന്നെ വന്ന് ചാനലിൽ തന്നെ വന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പ്ലാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഡയറക്റ്റായിട്ട് വന്നൊന്ന് വാട്സപ്പിൽ നമ്മളോട് മെസ്സേജ് ഇടുക പ്ലാൻസ് ഉണ്ടോ എന്ന്. അപ്പം എന്തായാലും നമുക്ക് പ്ലാൻസ് ഒന്നും തീരത്തില്ല, എല്ലാ വെറൈറ്റീസും പിന്നെയും നമുക്ക് ആകുന്നുണ്ട്. നമ്മൾ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ധൈര്യമായിട്ട് വന്ന് നമ്മളോട് വന്ന് പ്ലാൻസ് ചോദിക്കുക. നമ്മൾ പ്ലാൻസ് എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ചൈനീസ് ബോൾസത്തിൻ്റെ വലിയ പ്ലാന്റിൻ്റെ തന്നെയാണ് ആദ്യമേ കാണിക്കുന്നത്. ചിലവർ ഒരു സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഇട്ട് തരാമോ, വാട്സപ്പിലൊന്ന് ഇട്ട് തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ തന്നെ എല്ലാത്തിൻ്റെയും പ്ലാന്റ് സൈസ് അത്യാവശ്യം തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ വലിയ പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസാണ്. 3ഉം 4ഉം സ്റ്റെമ്മൊക്കെയായ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതൊക്കെ കണ്ടോ, മുകളിൽ നിന്ന് തന്നെ റൂട്ടൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഒരേ കട്ടിങ് എടുത്ത് വെച്ചാൽ തന്നെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഓരോ കളേഴ്സിനും ചെറിയ ചെറിയ പ്ലാന്റ് സൈസിന് വ്യത്യാസമുണ്ട്. ഇത് വൈറ്റാണ് വെരിഗേറ്റഡ്, ഇതൊക്കെ ഇച്ചിരി കൂടി വലിയ പ്ലാന്റാണ്. അതുപോലെ റെഡ്, അതൊക്കെ നല്ല വലിയ പ്ലാന്റുകളാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാലറിയാം. ഇത് കണ്ടില്ലേ, 3ഉം 4ഉം 5ഉം ഷൂട്ട്സൊക്കെ സൈഡിൽ നിന്നുള്ള ബ്രാഞ്ചസൊക്കെ ആയ പ്ലാന്റുകളാണ്. അതുപോലെ കളേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ലീഫ് കാണുമ്പോൾ തന്നെ കളറ് ഐഡൻറ്റിഫൈ ചെയ്ത് അയക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് വൈറ്റാണ്, വെരിഗേറ്റഡ് അല്ലാത്ത വൈറ്റ്. ഇത് കണ്ടില്ലേ, നല്ല പ്ലാന്റാണ്. ഇത് നല്ല പ്യുവർ വൈറ്റ്, വെരിഗേറ്റഡ് അല്ലാത്തത് വരുന്നതാണ് കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട്. ഡബിൾ ഷെയ്ഡ് തന്നെ ഒരു 5-6 വെറൈറ്റീസ് വരുന്നുണ്ട്. ഇതും ഒരു ഡബിൾ ഷെയ്ഡാണ്. ഇതും ഈ പ്ലാന്റും ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. ഇപ്പം അതിൻ്റെ പൂ കാണിക്കാനായിട്ടില്ല. ഇതും ഒരു വയലറ്റ് ഷെയ്ഡാണ്, അതും ഡബിൾ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഇതും ഡബിൾ ഷെയ്ഡാണ്. ഈ ഓറഞ്ചിൻ്റെ വരുന്നതും ഒരു ഡബിൾ ഷെയ്ഡാണ്. പിന്നെ ഇത് വെരിഗേറ്റഡിലെ ഡാർക്ക് മജന്ത വരുന്നത്, ഇതും മറ്റൊരു ഡബിൾ ഷെയ്ഡാണ്. പിന്നെ ഡബിൾ ഷെയ്ഡ് തന്നെ നമുക്കൊരു 6-7 വെറൈറ്റീസോളം വരുന്നുണ്ട്. ഇത് വേറൊരു ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഓറഞ്ച് കളറ്, ഇത് വെരിഗേറ്റഡിൻ്റെ വൈറ്റ്. വെരിഗേറ്റഡ് തന്നെ 4 വെറൈറ്റീസ് വരുന്നുണ്ട്. ഓറഞ്ച്, വൈറ്റ്, പിങ്ക്, മജന്ത, അങ്ങനെ 4 കളേഴ്സോളം വരുന്നുണ്ട്. പിന്നെ ഇത് റോസ് കളറ്, ഡാർക്ക് മജന്ത, അങ്ങനെ നല്ല ഷെയ്ഡ്സാണ് എല്ലാം വരുന്നത്. നമുക്ക് 10 കളേഴ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും 10 കളേഴ്സ് നിങ്ങൾക്ക് അയക്കുന്നത്. 10 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 800 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്കൊരു 3 കിലോയോളം വെയിറ്റ് വരുന്നുണ്ട്. ഇത് പാക്ക് ചെയ്ത് അയക്കുമ്പോൾ 3 കിലോയ്ക്ക് മുകളിലാണ്. അപ്പം നിങ്ങളൊന്ന് കണക്ക് കൂട്ടുക എന്ന് വെച്ചാൽ കൊറിയർ ചാർജ് പെർ kg ഇത്രയും വെച്ച് 3 കിലോയ്ക്ക് എത്രയാകുമെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വളരെ ലാഭമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്ലാന്റ് ഈ ഒരു റേറ്റിൽ മേടിക്കാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോൾ ചിലവർ 350-ന് 10 കളേഴ്സ് കിട്ടുന്നുണ്ടല്ലോ, 450-ന് കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ജിഫി പ്ലാന്റ് അല്ലെങ്കിൽ ജസ്റ്റ് വേര് പിടിപ്പിച്ച പ്ലാന്റുകളായിരിക്കും ആ ഒരു റേറ്റിന് കിട്ടുക. ഇത്രയും വലിയ പ്ലാന്റ് ഒരിക്കലും ആ ഒരു റേറ്റിന് കിട്ടത്തില്ല. നിങ്ങൾക്ക് നഴ്സറിയിലൊക്കെ അന്വേഷിച്ചാൽ അറിയാം, ഇങ്ങനെയുള്ളൊരു വലിയ പ്ലാന്റ് നിങ്ങൾക്ക് 80 കൂടുതലൊക്കെ ആയിരിക്കും നഴ്സറികളിൽ റേറ്റ്. അത് കൺഫേം ആണ് കേട്ടോ. അപ്പോൾ പോട്ടിലോട്ടാവുമ്പോൾ 100-ന് മുകളിലോട്ടായിരിക്കും ഇതിനൊക്കെ റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തീർത്തും വില കുറവാണ് കേട്ടോ. വില കൂടുതലല്ല, പ്ലാന്റ് സൈസും കൂടെ നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് 10 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 800. 5 കളേഴ്സ് വരുമ്പം 450. കളർ സെലക്ഷൻ ഇല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഉള്ളതാണെങ്കിൽ നമുക്കൊന്ന് ഇട്ട് തന്നാൽ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ കോംബോ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ചൈനീസ് ബോൾസ് നമ്മുടെ അടുത്ത് ചെറിയ പ്ലാന്റ്സ് ചോദിക്കുന്നവരുണ്ട്. ചെറിയ പ്ലാന്റ് വരുമ്പം ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. സിംഗിൾ ഷൂട്ട് റൂട്ടഡ് പ്ലാന്റ്സ്. അത്യാവശ്യം റൂട്ടൊക്കെ സൈഡിൽ കൂടെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കവറിൻ്റെ പുറത്തുകൂടി. ജിഫിനെക്കാട്ടിലും അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് കേട്ടോ. നമ്മളിത് 10 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 450-ക്കായിരിക്കും ഈ ഒരു സൈസിലെ പ്ലാന്റ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കെയറിങ്ങും കൂടെ പറഞ്ഞു പോവുകയാണ്.
അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ. ഇതിൻ്റെ കെയറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്ലാന്റ് കവറിൽ നിന്ന് എടുത്ത് വേറെ കവറിലാക്കിയിട്ടായിരിക്കും അയക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല ഈ ചൈനീസ് ബോൾസ് വാങ്ങിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു ബേസിനിൽ വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് ഈ ചൈനീസ് ബോൾസത്തിൻ്റെ പ്ലാന്റിൻ്റെ റൂട്ട് നനയുന്നത് പോലെ വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കുക. ഇട്ട് വെച്ച് കഴിയുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വാട്ടം പോലും ഉണ്ടെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന ടൈമിൽ അത് നല്ലോണം മാറി കിട്ടും. അതിന് ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ കിട്ടുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നിങ്ങളുടെ പോട്ടി മിക്സിൽ നടുക. അതാണ് മെയിനായിട്ടും ചെയ്യേണ്ടത്. പിന്നെ നട്ട് അല്ലെങ്കിൽ ഒന്ന് ഫ്രഷ് ആക്കി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ് കൂടി എടുത്തിട്ട് മണൽ തന്നെ ഉപയോഗിക്കുക കേട്ടോ. കട്ടിങ്സ് പിടിപ്പിക്കാൻ പെട്ടെന്ന് റൂട്ടഡ് ആയി കിട്ടും. മണലിനകത്ത് കുത്തി വെച്ചിട്ട് കട്ടിങ്സ് പിടിപ്പിക്കുക. ഒരു 1-1.5 ആഴ്ച കൊണ്ട് അത് റൂട്ടഡായി കിട്ടും. ആ ഒരു പ്ലാന്റാണ് മിക്കവരും 350 കോംബോയ്ക്ക് 10 കളർ സെയിൽ ചെയ്യുന്നത്. നമ്മുടേത് ഈ വലിയ പ്ലാന്റൊക്കെ നല്ല അത്യാവശ്യം പ്രായമുള്ളത് തന്നെയാണ്. പ്രായം എന്ന് പറഞ്ഞാൽ ഏകദേശം 3-4-5 മാസമായതാണ്. ചെറിയ പ്ലാന്റ് ആണെങ്കിലും ജിഫി സൈസ് അല്ല. ഇപ്പോൾ റൂട്ട് പുറത്തുകൂടി വന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അത്രയും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം മണൽ ചകിരിച്ചോറ് ഇടണമെന്ന് ഞാൻ പറയത്തില്ല. ചകിരിച്ചോറെന്ന് പറയുമ്പം എപ്പോഴും പോട്ടിൽ ഈർപ്പം നിലനിർത്തും. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ ഒത്തിരി നനവ് വേണ്ട. സ്റ്റെമ്മ് പെട്ടെന്ന് ചീഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ മണലുണ്ടെങ്കിൽ മണലായിരിക്കും നല്ലത്. മണലാകുമ്പോൾ പെട്ടെന്ന് വെള്ളം ഡ്രെയിനായി പോവുകയും ചെയ്യും. അതാണ് ഇച്ചിരി കൂടി നമുക്ക് ചൈനീസ് ബോൾസത്തിന് നല്ലത് കേട്ടോ. അപ്പം മണൽ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കുക. ചിലവർ ഈ എല്ലുപൊടി അങ്ങനെയൊക്കെ ഇടുന്നവരുണ്ട്. ഇപ്പം അങ്ങനെ ആദ്യമേ ഒത്തിരി വളവിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല ഉണങ്ങിയ ചാണകപ്പൊടി, മണൽ, മണ്ണ്, ഇത് 3ൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കിത് നട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ നടുന്ന രീതിയിൽ തന്നെ നടുക കേട്ടോ. നമ്മൾ പറയുന്നത് കേൾക്കണ്ട. നിങ്ങളെങ്ങനെയാണോ ഈ പ്ലാന്റ് നടുന്നത് ആ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ എല്ലാവരുടെയും നമ്മുടെ ഈ സ്ഥലത്തെ സോയിൽ പോലെ ആയിരിക്കത്തില്ല. നാട്ടിലോട്ട് പല സ്ഥലത്തോട്ടുള്ള മണ്ണിൻ്റെ പല പല പ്രത്യേകതകൾ കാണും. അപ്പോൾ നിങ്ങൾക്കിത് നട്ട് എക്സ്പീരിയൻസ് ഉള്ളവർ അങ്ങനെ നടുക. അതിന് ശേഷം നല്ല വെയിലത്ത് വെക്കാതിരിക്കുക കേട്ടോ. ഭയങ്കരമായിട്ടുള്ള സൂര്യപ്രകാശം ദിവസം മൊത്തം രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വെയിലടിക്കുന്നിടത്ത് വെക്കാതിരിക്കുക. അത്യാവശ്യം രാവിലെ ഒരു കുറച്ച് നേരമൊക്കെ വെയിലടിക്കുന്ന പോലെ തന്നെ പ്ലാന്റ് വെക്കുക. എന്നാലേ നല്ല ഫ്ലവേഴ്സ് ഉണ്ടാകത്തുള്ളൂ. അതൊക്കെ ഉള്ളൂ ഇതിൻ്റെ കെയറും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇതിനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേനൽക്കാലത്ത് ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ ഉപയോഗിക്കുക. ലിക്വിഡ് ഫോം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലി, മുട്ടയുടെ തൊണ്ട് പൊടിച്ചത്, ഇതെല്ലാം ഡയറക്റ്റ് കൊണ്ടിടല്. പെട്ടെന്ന് ഫംഗസ് വരും. അപ്പം മിക്കവരും അങ്ങനെയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് കൊണ്ടുവന്നിടും. ഈ സവോളയുടെ അതുപോലെ ഉള്ളിത്തോല് അതൊക്കെ ഡയറക്റ്റ് കൊണ്ടുവന്നിടും. അതൊക്കെ നിങ്ങൾ വെള്ളത്തിനകത്തിട്ട് വെക്കുക കുറച്ച് ദിവസം. അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ അതൊന്ന് അടിച്ച് വേറെ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കുക. നല്ലതാണ് ഫ്ലവർ ചെയ്യാനായിട്ട്. അതൊരു നല്ല വളമാണ് കേട്ടോ. പിന്നെ DAP നല്ലതാണ്. DAP ഒക്കെ കുറഞ്ഞ അളവിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഫ്ലവറിങ് പ്ലാന്റ്സ്, ലീഫ് പ്ലാന്റ്സിനൊക്കെ അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കെയറും കാര്യവും. ഇതിൻ്റെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടുള്ളവർ ഇനി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ചോദിക്കുക. നിങ്ങൾക്ക് പ്ലാൻ സൈസും റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ ചൈനീസ് ബോൾസും മെയിനായിട്ട് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. കോമ്പോസും കെയറിങ്ങും നടേണ്ട രീതിയും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ടുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പം ഈ പ്ലാന്റ് തീരത്തില്ല. നമുക്ക് പ്ലാന്റ് ഉണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ വേണ്ടവർ ഓർഡർ ചെയ്യുക. അതിൻ്റെ അനുസരിച്ച് ആ ഓർഡർ വൈസിലായിരിക്കും നമ്മൾ പ്ലാന്റ്സ് എല്ലാവർക്കും അയക്കുന്നത്. അപ്പം ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.